ഹലോ, ഇതാ ഇക്കാടെ കൂട്ടുകാരൻ കൊണ്ട് തന്ന ചീനി മീൻകറിയാണ് ഇന്നലെ രാത്രിയിൽ. നല്ല ഒരു ഷുഗറൊന്നും നോക്കില്ല, ഒരു രക്ഷയില്ല, നല്ലൊരു പിടിയങ്ങ് പിടിച്ച്. അതിന് പകരമായിട്ട് രാവിലെ ഞാൻ ബാർലി എടുത്ത് കഴുകാണ്. ഈ ബാറ്ററി ഇട്ടെങ്കിലും ചാർജാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ചെറുതായിട്ടുണ്ട്. ചീനി തിന്ന അതിൻ്റേതായ ലക്ഷണങ്ങൾ കാണിക്കും. നമ്മളെ ശ്രദ്ധിച്ചൊന്ന് വീക്ഷിച്ചാൽ മതി നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത്. നല്ലോണം ഇത് ഞാനൊന്ന് സ്വർണ്ണ കളറാവുന്നത് വരെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ച്. കാരണം ഇനി അടുത്ത ഇവിടെ ഉള്ളവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. അവരെന്നെ വെടിവെച്ച് കൊല്ലൂലേ. അപ്പോഴത്തേന് കുറച്ച് കപ്പയ്ക്ക എടുത്ത് ചെത്തിക്കൊണ്ട് വന്നു. കപ്പയ്ക്ക അലുവയുടെ ഓർമ്മയിലൊക്കെ കപ്പയ്ക്കൊക്കെ മേടിച്ചുകൊണ്ട് ചെന്നത് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി അപ്പവും ചുട്ട്. അപ്പൊക്കെ രാവിലെ കപ്പയ്ക്ക എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കൂടെ ചോദിക്കുകയാണ്, നീ ഇത് അലുവ ഉണ്ടാക്കുമോ ഇല്ലെങ്കിൽ ഞാൻ ചെത്താന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ നെയ്യൊക്കെ വാങ്ങി തരാമെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എന്തായാലും എടുത്തുകൊണ്ട് വന്നങ്ങ് ചെത്തിയെടുത്ത്. എല്ലാവരും അപ്പമൊക്കെ തിന്നിട്ട് പോയപ്പോഴത്തേന് ഞാൻ ഈ ബാർലി പൊടിച്ചതെടുത്ത് 1/2 ലിറ്റർ പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇച്ചിരി നല്ല ലൂസായിട്ട് പൊടി അങ്ങനെ പാല് തിളയ്ക്കുന്നതിന് മുമ്പേ തന്നെ പൊടി അതിനകത്ത് കലക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. എന്നിട്ട് ഞാൻ ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറുകി വരുമ്പോഴത്തേന് നല്ലൊരു ഓട്സൊക്കെ കാച്ചുന്ന ഒരു മണം വരും. പഞ്ചസാര ചേർക്കുകയും ചെയ്യരുത്. ഞാനിച്ചിരി ഇതെടുത്തിട്ട് ഞാനിച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ കുതിർത്ത് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതിനെ ഒരു തൽബീന എന്നും പറഞ്ഞുകൊണ്ടൊരു ഫുഡായിട്ട് ഉണ്ടാക്കിയെടുക്കും. അതിനകത്ത് അവർ ഈത്തപ്പഴവും ബദാമും ഒക്കെയാണ് ചേർക്കുന്നത്, തേനും ഒക്കെ ചേർത്ത് കഴിക്കും. ഞാനിതിനകത്ത് ഈത്തപ്പഴവും ബദാമും ഒന്നും ചേർത്തില്ല. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണക്കമുന്തിരിങ്ങയും കൂടെ കുതിർത്തിട്ട് അത് അതിനകത്ത് ഇട്ട്, പിന്നെ കുങ്കുമപ്പൂ മേടിച്ചിരിപ്പുണ്ടായിരുന്നു, അതും ഇച്ചിരി ഇട്ട് നെയ്യ് ഒഴിച്ചിട്ട് എടുത്ത് നല്ലോണം കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചേർത്തത്. പിന്നെ അടുപ്പിലൊന്നും വെച്ചില്ല. പക്ഷേ ശകല ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്ത്, ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കുറുക്കി എടുത്തിട്ട് ഞാൻ ശകലം കഴിച്ചു നോക്കി. ശകലം നെയ്യൊക്കെ ഞാൻ ചേർത്ത് കൊടുത്ത്. എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് വേണ്ടേ, എങ്ങനെ കഴിക്കും, അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ പണ്ട് കാലങ്ങളിൽ ഈ നബിയുടെ കാലം മുതലേ ഇതൊക്കെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഈ ബാർലി വെച്ച് ഓരോന്നുണ്ടാക്കുന്നത് ഷുഗറിന് നല്ലതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നെയ്യൊന്നും ഒഴിക്കാൻ അങ്ങനെ പാടില്ല, എന്നാലും ഞാൻ നെയ്യ് ഇച്ചിരി ചേർത്തൊരു ടേസ്റ്റ് വേണ്ടിയിട്ട്. പക്ഷെ കൊള്ളായിരുന്നു കുടിക്കാൻ. മധുരം ഇല്ലാത്തത് ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഓട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അതങ്ങനെ ഉണ്ടാക്കി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റായിരുന്നു. അതിങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചു. കാരണം ഷുഗർ ഇനി മുന്തി എന്തുമായാലും വരും. കാരണം നല്ലോണം ചീനി തിന്നതുകൊണ്ടേ. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും സബ് ചെയ്യുക.